പ്രിയ ക്രിസ്തുവിൻ വാത്സല്യമുള്ളവരെ, ക്രിസ്മസ് ഒരു സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഉത്സവമാണ്. ഈ കാലം ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും നേരിട്ട് അനുഭവപ്പെടുന്ന സമയം കൂടിയാണ്. ദൈവം നമ്മളോട് എന്ന ഈ സത്യം നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ യാത്രയിൽ ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തെ അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസ് കാലത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ദൈവവചനം അടിസ്ഥാനമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സമ്മാനമായ യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ക്രിസ്മസ് ദൈവത്തിൻ്റെ പ്രസാരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം എന്ന് മാലാഖമാരുടെ പ്രഖ്യാപനത്തിൽ ദൈവത്തിൻ്റെ അമൂല്യമായ സ്നേഹം വ്യക്തമാക്കുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരായ ഞങ്ങളുടെ ഇടയിൽ അയച്ചത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അത്ഭുതമായ ദാനമാണ്. ക്രിസ്മസിൻ്റെ പൂർണ്ണമായ അർത്ഥം ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അത് നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നു. എന്നാൽ ക്രിസ്മസ് വെറും ഒരു ആഘോഷമല്ല, ഇത് ദൈവത്തിൻ്റെ പ്രണയവും സമാധാനവും സ്നേഹത്തിൻ്റെ ഉദാഹരണം മനസ്സിലാക്കുന്ന അവസരമാണ്. ഇന്നത്തെ കാലത്ത് ക്രിസ്മസ് ഒരു ആഡംബര ആഘോഷമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു നൽകേണ്ട, അന്യനെ സ്നേഹിക്കുകയും ദാനപരമായ മനോഭാവം സ്വീകരിക്കുകയും ദൈവവചനത്തിൽ സത്യസന്ധമായി നടക്കുകയും ചെയ്യുന്നത് മാത്രമാണ് യഥാർത്ഥ ക്രിസ്മസ്. ക്രിസ്മസ് ദൈവത്തിൻ്റെ സമ്മാനമായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് നമുക്ക് ദൈവത്തിൻ്റെ ത്യാഗവും സമാധാനവും സ്നേഹവും എന്നിവയെ ആലോചിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കാൻ എപ്പോഴും തയ്യാറാവുക നമ്മെ പ്രചോദിപ്പിക്കും. ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ മാറ്റും. അവസാനമായി, ക്രിസ്മസ് നമ്മെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഫലിക്കുമാറാവട്ടെ.